ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 11-ാം തീയതിയാണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പണിംഗ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി 127 പോയിൻറ്റ് ഡൗണിലാണ്, 25,276 നിൽക്കുന്നത്. ഡൗ ജോൺസ് നോക്കുമ്പോൾ 187 പോയിൻ്റായിട്ട് ഡൗണിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിക്കിയും ഹോങ്കോങ് മാർക്കറ്റും, നിക്കി ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 57 പോയിൻറ്റ് ഡൗണിലേക്ക് പോയിട്ടുണ്ട്. ഹോങ്കോങ് മാർക്കറ്റ് 201 പോയിൻ്റായിട്ട് അപ്പിലാണ് നിൽക്കുന്നത്. FIയുടെ സെല്ലിങ്ങും ബൈയിങ് നോക്കുവാണെങ്കിൽ FI ഇന്നലെ സെല്ലിംഗ് ആയിരുന്നില്ല, ബൈയിങ് ആയിരുന്നു. 221 കോടി രൂപയ്ക്ക്. DIA ഇന്നലെ 591 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ടായി. US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫിൻ്റെ കാര്യം ആഗസ്റ്റ് 1 മുതൽ ആണ് അത് നിലവിൽ വരുന്നത്. കോപ്പറിൻ്റെ ഇറക്കുമതി 50% തീരുവയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. TCSൻ്റെ റിസൾട്ട് ഇന്നലെ വരികേണ്ട 6% നെറ്റ് പ്രോഫിറ്റ് അപ്പായിട്ടുണ്ട്. 12,760 കോടിയാണ്. അതുപോലെ റവന്യൂ അപ്പായിട്ടുണ്ട്. 11 രൂപ ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ന് ബൈയിങ്ങിലേക്ക് പോകുമ്പോൾ അപ്പ് മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലൻമാർക്ക് ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്ക്, അതുപോലെ KEI, അതുപോലെ മാക്സ് ഹെൽത്ത് എന്ന് പറഞ്ഞ സ്റ്റോക്ക്, PFC, JSW എനർജി, ടിറ്റക്കൺ, അതുപോലെ തന്നെ IREDA എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇന്ന് അപ്പ് മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ബേറിഷിലേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ DBL, ഇൻഫോസിസ്, BSC, ഫിനെക്സ് ലിമിറ്റഡ്, ഈ സ്റ്റോക്കിലൊക്കെ ഷോർട്ട് മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ വാച്ച് ചെയ്യുക, അതൊക്കെ ലെവലുകളിലൊക്കെ റീടെസ്റ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യുക.